ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികം വന്നിരിക്കുകയാണ്. വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് അച്ചമ്മയും അതുപോലെ തന്നെ ലക്ഷ്മി എല്ലാവരും തന്നെ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി വരുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ചന്ദ്ര പെരുമാറുന്നത്. നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടൊരു ഭാഗമാണ്. എന്നാൽ ചന്ദ്രയ്ക്ക് അതിനുള്ള നല്ല തക്ക മറുപടിയാണ് രവി ആ ഒരു സമയത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹ വാർഷികത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി രേവതിക്ക് സച്ചിക്കുമായി സമ്മാനിച്ച ആ ഒരു ഡ്രസ്സ് ഇരുവരും ഇടുകയാണ് കേട്ടോ. ആദ്യമേ തന്നെ രേവതി പൂജാമുറിയിലേക്ക് ചെന്നതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം സച്ചിക്ക് നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി കൊണ്ടു തന്നിരിക്കുന്ന ഡ്രസ്സ് മാച്ച് ചെയ്യുകയാണ് കേട്ടോ. അതെല്ലാവരും തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സച്ചി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത് രവിയും അതുപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, സച്ചിയുടെ ഡ്രസ്സ് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട്, കളർ നല്ല മാച്ചിങ് ആണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രേവതി പൂജാമുറിയിൽ നിൽക്കുന്ന അതേ സമയം തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരികയും രേവതിയെ നോക്കിയതിന് ശേഷം നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രേവതിയും പറയൂട്ടെ സച്ചിയുടെ ഡ്രസ്സ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, എന്താ നമുക്കിന്ന് വീട് വരെ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയുടെ മുഖഭാവം വേഗം മാറുകയാണ് കേട്ടോ. കാരണം അവിടെ ശരത്തുണ്ടല്ലോ. എന്നിരുന്നാലും നമ്മുടെ രേവതിയുടെ നിർബന്ധപ്രകാരം മാത്രമല്ല ലക്ഷ്മി ഈ ചടങ്ങിൻ്റെ സമയത്ത് ഡ്രസ്സ് കൊടുക്കാൻ വന്നിരുന്നില്ല. ആ ഒരു സമയത്ത് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണമെന്നൊക്കെ ക്ഷണിച്ചിട്ടാണല്ലേ പോയിരിക്കുന്നത്. ആ ഒരു വാക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ ആഗ്രഹവും മാത്രമല്ല രവിയും പറയുന്നുണ്ട് നീയും പോയിട്ട് വാ എന്നൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് തന്നെ സച്ചി ലക്ഷ്മിയുടെ വീട്ടിലേക്കായിട്ട് ചെല്ലാട്ടെ. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ അയൽപക്കക്കാരെ കൂടി വന്ന് സച്ചിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പിണക്കങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും മാറിയിരിക്കട്ടെ. കാരണം നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് പൂക്കൾ നഷ്ടപ്പെട്ട സമയത്ത് രേവതിയുടെ മനസ്സറിഞ്ഞ് തന്നെ പൂ വിൽക്കുന്നതിനായിട്ട് ഒരു വണ്ടി മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല രേവതിയെ പൊന്നു പോലെയാണല്ലേ നമ്മുടെ സച്ചി നോക്കുന്നത്. ശരത്തിനെ തല്ലി എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സച്ചിക്ക് യാതൊരുവിധ അപാകതയും നാട്ടുകാരോ അല്ലാതെ വീട്ടുകാരും തന്നെ കാണുന്നുമില്ല. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് എല്ലാവരും സ്നേഹത്തോട് സംസാരിക്കുന്നു. ലക്ഷ്മിയും ദേവും സച്ചിയെ കാണുന്ന സമയത്ത് ഓടി ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇരുവരെയും വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് ചെല്ലുന്ന അതേ സമയം തന്നെ ദേവ് പറയുന്നുണ്ട് എന്തായാലും സച്ചിയുടെ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് ദേവ് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ രണ്ടുപേർക്കുള്ള പായസം എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയും ദേവ് ചെന്നിട്ട് രണ്ടുപേർക്കുള്ള പായസമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി പറയുന്നത് ദേവ് പറഞ്ഞ നേരാണ്, സച്ചിക്ക് നന്നായിട്ട് ഡ്രസ്സ് ചേരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഉള്ളറിഞ്ഞ് തന്നെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിലേക്കാണല്ലോ താൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമൊക്കെ സച്ചിയുടെ മുഖത്ത് ഇങ്ങനെ പ്രകടമാവുകയാണ്. ആ ഒരു സമയത്ത് ദേവ് വേഗം പറയുന്നുണ്ട് എന്തായാലും ശരത്തിന് നല്ല സെലക്ഷൻ ഉണ്ട്. ശരത്താണ് പറഞ്ഞത് സച്ചിൻ്റെ കളർ നന്നായിട്ട് മാച്ച് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അവൻ തന്നെയാണ് സച്ചിന് ഷർട്ട് എടുത്ത് തന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വേഗം സച്ചിയുടെ മുഖഭാവം മാറുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെടുത്ത് തന്നെയെന്ന് പറഞ്ഞത്. ശരത്തല്ല അമ്മ എടുത്തു തന്നു എന്നല്ലേ പറഞ്ഞത് എന്ന് രേവതിനോട് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ശരത്താണ് എടുത്തു തന്നതെന്ന്, അമ്മ എടുത്തു തന്നു എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. രേവതി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് മോനെ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ പോയ സമയത്ത് ശരത്താണ് പറഞ്ഞത് രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് എടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് മേടിച്ചതെന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുന്ന സമയത്ത് സച്ചി വേഗം ഇരുന്നോടുന്ന് എഴുന്നേൽക്കാൻ കേട്ടോ. സച്ചിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലാവുകയാണ്. ലക്ഷ്മി വേഗം പറയുന്നുണ്ട് മോൻ കഴിഞ്ഞതൊക്കെ ക്ഷമിക്കും, ഇപ്പം എന്തായാലും നിങ്ങൾ വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് വന്നാലേ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാം, മോൻ സമാധാനത്തോടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരത്ത് മേടിച്ചെന്ന ഡ്രസ്സാണ് ഇത് മേടിച്ചതെന്ന് അവനാണെന്നൊരു വാക്ക് എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല. വേഗം തന്നെ സച്ചി തൻ്റെ ഡ്രസ്സ് ഊരുകയാണ്. ആ ഒരു സമയം തന്നെയാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്തിനെയും കൂടെ കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം കൂടി വരികയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ഡ്രസ്സ് ഊരുന്ന കാണുമ്പോൾ തന്നെ രേവതി പറയുന്നത് സച്ചിയോട് നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മാറി നിൽക്കും രേവതിന്ന് നമ്മുടെ സച്ചി കുറച്ച് ദേഷ്യോട് ഇപ്പം തന്നെ പറയുകയാണ്. എന്നിട്ട് ഷർട്ട് ഊരി അവിടുത്തെ സോഫയിലേക്കായിട്ട് ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ലക്ഷ്മിനെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ലക്ഷ്മിനെ മാത്രമല്ല രേവതിയെയും വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശരത്തിന് കിട്ടുന്ന സമ്പാദ്യം എന്നത് ആൻ്റന് കൊടുക്കുന്ന പണമാണ്. ആ ഒരു പണത്തിന് പാവപ്പെട്ടവരുടെ കണ്ണീരിൻ്റെ വിലയുണ്ട് താനും. അത് നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചി പറയുകയാണ് ശരത്തും മേടിച്ചിരുന്ന ഡ്രസ്സാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഊരിയിട്ടിട്ട് പോകുന്നത്. സച്ചി പോയിട്ട് തൊട്ട് പിന്നാലെ തന്നെ രേവതി ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിയും ദേവും ഒക്കെ ഇരുവരെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം അടക്കാതെ തന്നെ സച്ചി വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം കീ അടിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ലക്ഷ്മിയോടായിട്ട് രേവതി പറയുന്നുണ്ട് ഞാനങ്ങ് ചെല്ലട്ടെ അമ്മേ, സച്ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ്, ഞാൻ ചെന്നതിന് ശരിയാവുകയില്ല എന്നും പറഞ്ഞിട്ട് രേവതിയും വണ്ടിയിൽ കയറിപ്പോകണം. അപ്പോൾ ഇരുവരും ഭക്ഷണമൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ദേവുവിനും ലക്ഷ്മിക്കൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. സച്ചി രേവതിയുമായി പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ഈ സമയത്ത് രേവതി പറയുന്നത് സച്ചിയോട് നിങ്ങൾ വണ്ടിയുടെ സ്പീഡൊന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്.
പറയുന്നത് കേൾക്കുമ്പോഴേ സച്ചിക്കും ഒരു വിഷമം തോന്നുന്നു. സച്ചി വേഗം വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നുണ്ട്. അതിനുശേഷം രേവതി സമാധാനത്തോടെ തന്നെ സച്ചിയോട് സംസാരിക്കുന്ന കൂടി തന്നെ പറയുന്നത്, നിങ്ങളെ ഒരു കോലത്തിൽ ചെല്ലുന്ന സമയത്ത് ഒന്നാമതേ അമ്മയ്ക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാ, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഡ്രസ്സ് വരെ എൻ്റെ വീട്ടുകാർ ഓടി എടുത്തുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കലായിരിക്കും നിങ്ങളുടെ അമ്മയ്ക്ക് എന്നൊക്കെയാണ് രേവതി പറയുന്ന സമയത്ത് സച്ചിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. വേഗം തന്നെ സച്ചി പറയുന്നത്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ചെല്ലുന്ന അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ടെക്സ്റ്റൈൽസിലേക്കായിട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് രേവതിയോട് തനിക്ക് വേണ്ടി ഒരു ഡ്രസ്സും മേടിച്ചുകൊണ്ട് വരാൻ പറയുന്ന സമയത്ത് രേവതി ആ ഒരു ദേഷ്യത്തിൽ മടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി ഇട്ടിരിക്കുന്ന ഇന്നർ ബനിയനും പാൻറ്റോട് കൂടി തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞ സച്ചിയോട് നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി ദേഷ്യത്തോട് തന്നെ അകത്തേക്ക് വെച്ചതാണ്. അപ്പോൾ സച്ചിയുടെ ബനിയനൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു കോലം കണ്ടുകൊണ്ട് എൻ്റെ കടയുടെ ഓണർ ചോദിക്കുന്നുണ്ട്, സാറെന്താ സാർ ഇങ്ങനെ ഒരു വേഷത്തിൽ, സാറെന്താ ഷർട്ട് ഇടാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റൈൽസിലുള്ള നല്ല ഡ്രസ്സുകളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ ഇട്ടിട്ട് അതുമായിട്ട് മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓണർക്ക് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹം പറയുന്നത്, സാർ ഇത് ഞങ്ങളുടെ ഷോപ്പിന് ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്, അതായത് ഞങ്ങളോട് അത്രയധികം വിശ്വസ്ത ഉള്ളതുകൊണ്ടാണല്ലോ സാറ് വീട്ടിൽ നിന്ന് ഷർട്ട് പോലും ഇടാതെ ഇങ്ങോട്ടേക്ക് വന്നത്, സാറിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സിന് സാറ് തിരഞ്ഞെടുത്തത്, അതിന് മുന്നേ തന്നെ സാർ ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റൈൽസിലുള്ള എല്ലാ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് വിളിച്ചെടുത്തണം. എന്നിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോടായിട്ട് പറയുന്നുണ്ട്, അതായത് ഇതൊരു വലിയൊരു ഫോട്ടോ അടിച്ച് ഫ്രെയിം ചെയ്ത് നമുക്ക് ഇവിടെ വെക്കണം, നമ്മുടെ ഷോപ്പിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നൊരു നല്ലൊരു കസ്റ്റമറാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിനെ വെച്ച് തന്നെ നമുക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന കേൾപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ ഒരു വീഡിയോ വൈറലായി എൻ്റെ ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല, നിങ്ങളായിട്ട് വേറൊരു വീഡിയോ ഒന്നും ഇടണ്ട, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിർബന്ധമാണെങ്കിൽ ഒരു ഫോട്ടോ വെച്ചോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ സച്ചി അറിയാതെ തന്നെ സച്ചി ആ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഒരു മോഡൽ എന്ന രീതിക്ക് ആവുന്നൊരു ഭാഗം നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ചിരി അടക്കാനാവാതെ സച്ചി തന്നെ നോക്കി നിൽക്കുകയാണ്. സച്ചി ആണെങ്കിലോ കഷത്തിൽ നിന്ന് താഴത്തേക്ക് ഇടുകയും ചെയ്ത് ഉത്തരത്തിലെല്ലാം എടുക്കാനും പറ്റാത്ത അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.